F0 ഇന്ന് വന്നിരിക്കുന്നത് തമിഴ്നാട് സ്റ്റേറ്റിൽ കൃഷ്ണഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ പുറകിൽ കാണുന്നുണ്ടാവല്ലോ, വലിയൊരു മൈനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് ഗ്രാനൈറ്റിന്റെ ബ്ലോക്സ് എടുക്കുന്ന മൈനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഗ്രാനൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ടില്ല അതിന്റെ പ്രൊഡക്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം ഞാൻ കുറച്ച് കാലമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സ്റ്റോൺ ഫാക്ടറി എന്ന് പറയുന്ന ഒരു കമ്പനിയെ പരിചയപ്പെട്ടത്. നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ സ്റ്റോൺ ഫാക്ടറിയുടെ ഗ്രാനൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റോൺ ഫാക്ടറിയുടെ കേരളത്തിലെ മാർക്കറ്റിംഗ് ഹെഡാണ് ഇദ്ദേഹം, സുഭാഷ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ ചോദിക്കാൻ പോവാണ്, അറിയാൻ പോവാണ്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നതും അല്ലെങ്കിൽ എവിടുന്ന് മുതലാണ് നിങ്ങൾ ഈ ഗ്രാനൈറ്റിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്? ഗ്രാനൈറ്റിന്റെ സ്റ്റാർട്ടിംഗ് പറഞ്ഞാൽ ഇവിടെയാണ്, ഇവിടുന്ന് തുടങ്ങുന്നു. മൈനിലാണ് ഗ്രാനൈറ്റ് സ്റ്റാർട്ട് ആവുക. ഓക്കെ, പിന്നെയാണ് അതിന്റെ പ്രൊഡക്ഷൻ നെക്സ്റ്റ് ആയിട്ട് വരുന്നത്. ഫാക്ടറിയിലേക്ക് നമുക്ക് പോവാം. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഗ്യാൻസോ സ്ലാബിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് ആണ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ഗ്യാൻസോ 6 അടി ഹൈറ്റ് 10 അടി ലെങ്ത് എന്നുള്ള സൈസിൽ വരുന്ന എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വരുന്നത് ഗ്യാൻസോ സ്ലാബ് വരും. ഡൊമസ്റ്റിക്കിലാകുമ്പോൾ 3/10 പറഞ്ഞ മെറ്റീരിയൽ കൂടുതലായിട്ട് ഹാൻഡ്ലിംഗ് ഫ്രീ ആയിരിക്കും അത്. അങ്ങനെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ബ്ലോക്ക് പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ഗ്രാനൈറ്റ് കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് പ്രിഫറൻസ് വരിക. നമ്മൾ ഇവിടെ ലോ ക്വാളിറ്റി ബ്ലോക്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്, ലോ ക്വാളിറ്റി നമുക്ക് കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ കട്ട് ചെയ്യുന്നതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലോക്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ ബ്ലോക്ക് എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൽ ക്രാക്സ് ഉണ്ടോ ശ്രദ്ധിക്കും. അതുപോലെ അതിന്റെ പാറ്റേൺ നല്ല ഫിഗർ കിട്ടണം നമുക്ക്. ഇതുപോലെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നോക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പൊ ഇപ്പൊ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള കംപ്ലൈന്റ് നമുക്ക് കാണാം. അതിലൊരു ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ട്, വാട്ടർ ലൈൻ വന്നിട്ടുണ്ട്. ഈ വാട്ടർ ലൈൻ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സെഗ്മെന്റിലാണ് നമ്മളെ മെറ്റീരിയൽ പോവുക. ഫസ്റ്റ് സെഗ്മെന്റ് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടായിരിക്കും അതിൽ. അതാണ് ഫസ്റ്റ് സെഗ്മെന്റിന്റെ പ്രത്യേകത. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത ബ്ലോക്ക് പർച്ചേസ് ചെയ്യാം. ഓരോ മൈനിലും ഓരോ കളേഴ്സ്. അപ്പൊ ഈ ഏരിയയിൽ തന്നെ ഒരു 10 മൈൻസ് ഉണ്ട്. 10 മൈൻസിൽ 10 ഡിഫറെന്റ് കളേഴ്സ് ആണ് വരിക. അത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് മൈൻസ് ഉണ്ട്. എല്ലാ മൈൻസും നമ്മളെ കമ്പനി പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ബ്ലോക്ക് എടുത്തിട്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്, ക്വാളിറ്റിയുള്ള ബ്ലോക്ക് എടുത്താലും ചില ബ്ലോക്കിലെ കംപ്ലൈന്റ് വരും. കംപ്ലൈന്റ് വന്നത് സെക്കൻഡും തേർഡും ആയിട്ട് നമ്മൾ അങ്ങനെയുള്ള മാർക്കറ്റിലേക്ക് പോകും. നമ്മളെ കൺസ്യൂമേഴ്സിന് നമ്മളെ ബ്രാൻഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഒക്കെ ഫസ്റ്റ് ക്വാളിറ്റി. രണ്ടും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? വലിയ സൈസും ചെറിയ സൈസും? നമുക്ക് ഒസൂരിൽ നമുക്ക് ഗ്യാൻസോ സൈസിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്. കൃഷ്ണഗിരിയിൽ നമ്മളെ കട്ടർ സൈസ് ഉണ്ട്. നമ്മൾ കൃഷ്ണഗിരിയിൽ ഇപ്പൊ കാണാൻ പോകുന്ന ഫാക്ടറി നമ്മൾ 3 feet വീടുകളിലൊക്കെ വിരിക്കാൻ പറ്റുന്ന സാധാരണക്കാർക്ക് പറ്റിയ പ്രൊഡക്റ്റ് ബഡ്ജറ്റഡ് ഗ്രാനൈറ്റ്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഫാക്ടറിയിൽ എത്തിയിട്ട് എന്തൊക്കെയാണ് ഈ ബ്ലോക്ക് കൊണ്ടുപോയിട്ട് എന്തൊക്കെയാ ചെയ്യുന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഫാക്ടറി പോയിട്ട് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഫാക്ടറിയിലേക്ക് പോവാം. എല്ലാവരും വിചാരം ഗ്രാനൈറ്റ് പറഞ്ഞ അപ്പോക്സി അടിച്ചിട്ടുള്ള ഒരു കളർഫുൾ മെറ്റീരിയൽ ആണ് എന്നുള്ളതാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് കുറെ ആൾക്കാരുടെ വിചാരം. ഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പേടിയാണ് ആൾക്കാർക്ക്, കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഗ്രാനൈറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലോക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നോക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യാം. ഈ മെറ്റീരിയലിന്റെ നാച്ചുറൽ ആയിട്ടുള്ള കളർ എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഞാൻ കാട്ടിത്തരാം. ഓക്കെ, അതിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും അല്ലേ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള കളർ. നമുക്ക് ജസ്റ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് സെലക്ഷൻ തന്നെ ഇങ്ങനെ വരിക. ഓക്കെ, ചെറിയൊരു പിങ്ക് കളർ, പിങ്ക് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇത്. പിങ്ക് ആൻഡ് ബ്ലാക്ക്. ഓക്കെ, അത് കംപ്ലീറ്റ് അത് താഴെ വരെ അങ്ങനെ ആയിരിക്കും കളർ? അതെ, 100% പാറ്റേൺ ഉണ്ടായിരിക്കും. പാറ്റേണിലുള്ള വേരിയേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഇതിൽ. അല്ലാത്ത മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും വരില്ല. അതിന്റെ മുകളിൽ മാത്രമായിട്ട് ഒരു പെയിന്റ് അടിച്ചു നമ്മൾ ട്രാൻസ്പെറന്റ് അപ്പോക്സി അത് ഡീറ്റെയിൽ ചെയ്തരാം. പ്രൊഡക്ഷനിൽ ഞാൻ ഡീറ്റെയിൽ ചെയ്തരാം എങ്ങനെയാണ് ട്രാൻസ്പെറന്റ് അപ്പോക്സി ഇടുന്നത്, അതുപോലെ തന്നെ കട്ടിങ് എങ്ങനെയാണ്, അതുപോലെ തന്നെ പോളിഷിംഗ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിന്റെ മുകളിൽ എല്ലാത്തിനും കളർ ഉണ്ടാവും അല്ലേ? എല്ലാ മെറ്റീരിയലും നാച്ചുറൽ ആയിട്ടുള്ള എന്താ കളർ അതായിരിക്കും. നല്ല വെയിലായതുകൊണ്ട് അങ്ങോട്ടേക്ക് നോക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ അടുത്ത് നമ്മൾ ഈ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലോക്കിനെ നമ്മൾ സ്ലൈസ് ചെയ്യും, സെന്റർ കട്ട് ചെയ്യും. സെന്റർ കട്ട് ചെയ്യും. അത് ഒന്നാകി ഈ ബ്ലോക്ക് നമ്മളെ കട്ടറിൽ പോവില്ല. നേരെ നമ്മൾ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ വയർ കട്ടിംഗ് മെഷീനിലാണ് നമ്മൾ ആദ്യം കയറ്റുക. വയർ കട്ടിംഗ് മെഷീൻ ഈ വയർ കട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ബ്ലോക്ക് വരിക 10/6 എന്നുള്ള സൈസിലൊക്കെ നമ്മളെ ബ്ലോക്ക് വരിക. നമുക്ക് നോർമലായി ഡൊമസ്റ്റിക് യൂസിന് കൂടുതൽ ഉപയോഗിക്കുന്നത് 3/10 എന്നുള്ള സൈസിലുള്ള സ്ലാബ്സ് ആണ് ഡൊമസ്റ്റിക് യൂസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. അതെന്താ വെച്ചാൽ നമുക്ക് ഹാൻഡ്ലിംഗ് സുഖമായിരിക്കും അതിന്. മറ്റേതാവുമ്പോൾ ഹാൻഡ്ലിംഗ് ഭയങ്കര പ്രോബ്ലം ആണ്. ലേബർ കോസ്റ്റും ഗ്യാൻസോ സൈസിന് കുറച്ച് കൂടുതലാണ് വരുന്നത്. ഈ കട്ട് ചെയ്തെടുക്കുന്നത് ശരിക്കും ഇത് ബ്ലേഡ് വെച്ചിട്ടാണോ കട്ട് ചെയ്തെടുക്കുന്നത്? ഇത് നമ്മൾ വയർ വെച്ചിട്ടാണ്. ഈ കാണുന്നതാണ് വയർ പറഞ്ഞിട്ടുള്ള വയർ വെച്ചിട്ടോ? ഈ കാണുന്നതാണ് വയർ. ഇത് വയർ കട്ടിംഗ് മെഷീനാണ് ഈ എൻഡിൽ കാണുന്നത്. ഇത് വെച്ചിട്ട് ഇതൊരു 8 മണിക്കൂറത്തെ പ്രോസസ്സാണ്. ഇത് മൊത്തം ഒരു ബ്ലോക്ക് സെന്റർ കട്ട് ചെയ്യാൻ വരുന്ന 1 മണിക്കൂർ എടുക്കും സെന്റർ കട്ട് ചെയ്ത് എടുക്കാൻ. ഞാൻ കരുതി ബ്ലേഡ്
ബ്ലേഡ് വെച്ചിട്ട് സാധാരണ എല്ലാം ബ്ലേഡ് വെച്ചിട്ടില്ല. ബ്ലേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ അടുത്ത ഓരോരോ പ്രൊസീജിയർ ഫസ്റ്റ് പ്രൊസീജിയർ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വയർ കട്ടിങ്. അപ്പൊ ഇതെങ്ങനെ വയറിനെ കൊണ്ട് എങ്ങനെ അത് കട്ടായി വരുന്നത്? വയറിന്റെ മുകളിൽ വയറിന്റെ മീതെ ചെറിയ ചെറിയ ഡോട്ടുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഫുൾ ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. 8 മണിക്കൂറോളം ടൈം. അത് കല്ലിനനുസരിച്ചിരിക്കും. ഹാർഡ് സ്റ്റോൺ ആണെന്നുവെച്ചാൽ ഒരുപാട് ടൈം എടുക്കും. മിനിമം 8 മണിക്കൂറാണ് അത് കട്ട് ചെയ്യാനുള്ള ടൈമിംഗ് വരിക. ഇനി നേരെ ഇത് നമ്മൾ ഡ്രസ്സിങ്ങിക്കാണ് പോകുന്നത്. ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈനിന്ന് വന്നിട്ടുള്ള ബ്ലോക്കിനെ ഡ്രസ് ചെയ്യും. 4 സൈഡും നമ്മളത് ക്ലീൻ ആയി കട്ട് ചെയ്തിട്ട് മാറ്റും. ഒരു സൈഡ് കട്ട് ചെയ്യാൻ തന്നെ ഏതാണ്ട് നമുക്കൊരു 1 hour ആ ടൈം എടുക്കും. 4 സൈഡ് കട്ട് ചെയ്ത് വരുമ്പോൾ ഏതാണ്ട് ഒരു 4 മണിക്കൂറോളം അത് കട്ടിങ് ടൈം എടുക്കും. അത് ബ്ലേഡ് വെച്ച് സിംഗിൾ ബ്ലേഡ് വെച്ചിട്ടാണ് 4 സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യുക ബ്ലോക്ക്. ഇത് കഴിഞ്ഞ് ഇനി വരുന്നത് മൾട്ടി കട്ടിംഗ് ആണ്. മൾട്ടി കട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ കട്ട് ചെയ്ത് ഡ്രസ് ചെയ്ത് വന്ന ബ്ലോക്കിനെ നമ്മൾ 18 mm തിക്നെസ്സിൽ സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. ഫുള്ളായിട്ട് 10 ബ്ലേഡാണ് അറ്റ് എ ടൈമിൽ നമുക്കിത് വർക്ക് ആവുന്നത്. 10 ബ്ലേഡ് ഒരേ സമയം വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോ പീസസും കട്ട് ചെയ്ത് വരിക. ഒരേ സമയം തന്നെ ഇത്രയും പീസ് കട്ട് ചെയ്ത് ഫുൾ കട്ടിങ് വരില്ല. ഒരു പീസ് ഫുൾ ആയിട്ട് കട്ടാവും, മറ്റേ പീസ് അതിന് കുറച്ചായിരിക്കും. അങ്ങനെ 10 ബ്ലേഡ് വർക്ക് ചെയ്യും. ചെറുതായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കട്ടായി വരും. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഓരോ പാർട്ട്. അതായത് നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് മൾട്ടി കട്ടർ യൂസ് ചെയ്യുന്നത്. ഒരേ സമയം തന്നെ ഒരേ ടൈമിൽ ഇത്രയും ബ്ലേഡ് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ കരുതി ഇത് ഓരോ സിംഗിൾ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. സിംഗിൾ കട്ടിംഗ് ആയിരുന്നു പണ്ടത്തെ ഒരു ടെക്നോളജി. ഇപ്പോൾ അത് അപ്ഗ്രേഡ് ആയി. ഇപ്പോൾ 21 ബ്ലേഡ് വരുന്ന മെഷീൻ അടക്കം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ 21 28 ഒരേ ടൈമിൽ പ്രൊഡക്ഷൻ എത്ര നമ്മളെ കമ്പനിക്ക് വേണോ അത്രയും നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. അതിൽ മൾട്ടി കട്ടറിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 24 hours അല്ല 48 hours നോർമൽ മെറ്റീരിയൽ ഉണ്ട്. നമ്മളെ നോർമൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ 24 hours ആണ് കട്ടിംഗ് ടൈം വരുന്നത്. നല്ല ഹാർഡ് മെറ്റീരിയൽസ് ആകുമ്പോൾ അത് നമുക്ക് ഏതാണ്ട് 48 hours ഒക്കെ കട്ടിംഗ് ടൈം വരും. ഒരു കല്ല് മൊത്തം കട്ട് ചെയ്ത് വരാൻ 2 ദിവസത്തോളം നമുക്ക് എടുക്കും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് നമ്മൾ ഈ മൾട്ടി കട്ടറിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ നമ്മൾ ബ്ലോക്ക് ഔട്ട് വരും. ഔട്ട് വന്നതിന് ശേഷം 18 mm സ്ലൈസ് ചെയ്ത് വെച്ച പീസസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഓരോന്ന് വന്നിട്ട് ചിപ്പ് ചെയ്തെടുക്കും. ഓരോരോ പീസ് ചിപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളത് നേരെ എഡ്ജ് കട്ടിംഗ് മെഷീനിലേക്കാണ് കൊണ്ടുപോവുക. അത് ഓരോന്ന് സ്ലാബിന് അതിൽ നിന്ന് അടർത്തിയെടുക്കുക അല്ല, ഓരോ പീസും അതിന് ചിപ്പ് ചെയ്തെടുക്കും. ചിപ്പിംഗ് എന്നാണ് പ്രോസസ്സിന് പറയുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് എഡ്ജ് കട്ടിംഗ് മെഷീനിൽ കൊണ്ടുപോകും. എഡ്ജ് കട്ടിംഗ് മെഷീനിൽ കൊണ്ടതിന് ശേഷം ഉദ്ദേശിക്കുന്നത് എഡ്ജ് കട്ട് ചെയ്യുക. ഈ 2 സൈഡ് നമ്മൾ ടോപ്പും ബോട്ടം നമ്മൾ ഏതാണ്ട് ലെവൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ 2 സൈഡ് ലെവലല്ലേ, അൺസൈസ്ഡ് ആയിരിക്കും ചെറുതായിട്ട്. ആ സൈഡിന് നമ്മൾ കോർണർ വൈഡ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടാവുക. കറക്റ്റ് കട്ടിങ് അല്ല വരിക. അതിന് നമ്മൾ എഡ്ജ് കട്ട് മെഷീനിൽ ഇട്ടിട്ട് അതിൻ്റെ എഡ്ജ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കും. 2 വശത്തെ എഡ്ജും കറക്റ്റ് ആയിരിക്കും. കട്ടിങ് കഴിഞ്ഞാൽ നേരെ അത് ലൈനറിന്റെ ഉള്ളിലേക്ക് പോവാണ്. ലൈനർ മെഷീൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നമ്മളെ 12 അടി ലൈനർ മെഷീനാണ്. ലൈനർ കമ്പ്യൂട്ടേഴ്സ് പോളിഷിംഗ് ആണ്. അത് പോളിഷ് ചെയ്യുന്ന മെഷീനാണ്. ഫസ്റ്റ് പ്രോസസിംഗ് പറഞ്ഞാൽ ഗ്രൈൻഡിങ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രൈൻഡിങ് ആണ് നടക്കുന്നത്. ഈ ഗ്രൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന ഈ ബട്ടി എന്ന് പറയും. ഈ ബട്ടി പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബട്ടീസും ഉപയോഗിക്കുന്നുണ്ട്, ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ബട്ടീസും ഉണ്ട്. ഇതിൽ നമ്മളൊരു മെറ്റീരിയലിന്റെ പോളിഷിംഗ് ക്വാളിറ്റി കാട്ടുന്നത് ഈ ബട്ടിയാണ്. ഈ ബട്ടിയുടെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ അത്രത്തോളം പോളിഷിങ് നന്നായിരിക്കും. നമുക്ക് ഗ്രൈൻഡിങ് കഴിഞ്ഞിട്ട് ഇതാണ് പുറത്തേക്ക് വരുന്നത്. ഈ പുറത്തേക്ക് വന്നതിന് ശേഷം അടുത്ത പ്രൊസീജിയർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതിനെ ട്രാൻസ്പെറന്റ് അപ്പോക്സി ട്രീറ്റ് ചെയ്യാനാണ്. നമ്മൾ ഈ 18 mm കട്ട് ചെയ്ത് വന്ന മെറ്റീരിയൽ പോളിഷിംഗ് ആയിട്ടാണ് ഗ്രൈൻഡിങ് ആയിട്ടാണ് ഔട്ട് വന്നിട്ടുള്ളത്. ഈ ഗ്രൈൻഡിങ് കഴിഞ്ഞ മെറ്റീരിയൽ നമ്മൾ നേരെ ട്രാൻസ്പെറന്റ് അപ്പോക്സി ഇട്ടതിന് ശേഷം അത് അബ്സോർബ് ചെയ്യാൻ ഒരു ഡേ ആണ് ടൈം പറയും. 24 hours ആണ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ടൈം. അത് അബ്സോർബ് ആയതിനു ശേഷമാണ് നമ്മൾ അടുത്ത പ്രൊസീജിയർക്ക് പോകുക. അടുത്ത പ്രൊസീജിയർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കൊണ്ട് നമുക്ക് ദോഷമില്ല. ട്രാൻസ്പെറന്റ് അപ്പോക്സി ഇടുന്നോണ്ട് ഒരു ദോഷം വരുന്നില്ല. കളർ അപ്പോക്സിയിലാണ് ദോഷങ്ങൾ വരുന്നത്. കളർ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഫെയ്ഡായി 100% അതൊരു ടൈം കഴിഞ്ഞാൽ അത് നമുക്ക് ഇതെന്തായാലും ചെയ്യേണ്ടത് തന്നെയാണ്. ഇത് ട്രാൻസ്പെറന്റ് അപ്പോക്സി ചെയ്യുന്നതോട് നമ്മളെ പോളിഷിന്റെ ക്വാളിറ്റി കൂടിപ്പോകും. നമ്മൾ ഉപയോഗിക്കുന്ന അപ്പോക്സി കെമിക്കൽസും അത് ഇമ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടി എന്ന് പറഞ്ഞില്ലേ, പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നതും ഇതൊക്കെ ഹൈ ക്വാളിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടൊരു ദോഷം നമ്മളെ വീട്ടിൽ ഫ്ലോർ ചെയ്തതിനു ശേഷം ഒരു കംപ്ലൈന്റ് വരാറില്ല. ഫൈനൽ പോളിഷിങ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ മിറർ പോലെ തിളക്കായിട്ടാണ് വെട്ടി തിളക്കുന്ന പ്രൊഡക്റ്റ് ആയിട്ടാണ് ഔട്ട് വരിക മെറ്റീരിയൽ. നോർമൽ പ്രോസസ്സിൽ നമുക്ക് ഇത്രയും ഷൈനിങ് കിട്ടില്ല. നമ്മൾ ഇങ്ങനെ ഈ 2 ടൈമായി ഗ്രൈൻഡിങ്, അപ്പോക്സി കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പോളിഷിങ്, ഈ ഒരു പ്രോസസ്സ് ഇതുപോലെ ഒരു പെർഫെക്റ്റ് ആയി ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു തിളക്കം കിട്ടുന്നത് നമുക്ക്. ഇനി എനിക്ക് അറിയേണ്ടത്, നമ്മളിത് പർച്ചേസ് ചെയ്യുമ്പോൾ ഗ്രാനൈറ്റ് പർച്ചേസ് ചെയ്യുന്ന വലിയ ടെൻഷൻ പിടിച്ചൊരു കാര്യമാണ്. അതെ, 100% ടെൻഷനുള്ള പരിപാടിയാണ്. ഓക്കെ, അത് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഫാക്ടറി പോയിട്ട് എവിടെ നിന്നാണെങ്കിലും
നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കട്ടിങ് ഫസ്റ്റ് നോക്കണം. 17+ 18mm എന്നാ പറയാ, 17+ലുള്ള കട്ടിങ് ഉണ്ടോ നോക്കണം. എല്ലാ സ്ലാബും നമുക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും തിക്നെസ് ഒരേപോലെയാണോ എന്നുള്ളത്. അത് ഫസ്റ്റ് നോക്കണം. രണ്ടാമത്തെ കാര്യം ഇതിൽ കളർ അപ്പോക്സി ഇട്ടിട്ടുണ്ടോ. ട്രാൻസ്പെറന്റ് അപ്പോക്സി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷൈനിങ് കൂട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. നല്ല കെമിക്കൽസ് ആണെന്ന് കംപ്ലൈന്റ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് ദോഷമില്ല. ഈ കളർ അപ്പോക്സി ഇട്ടിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഫെയ്ഡ് ആയി പോകും കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മളിവിടെ ഒരു സാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് കാട്ടിത്തരാം. യെല്ലോ ഷെയ്ഡിൽ കാണുന്ന പ്രോഡക്റ്റ് കാണാനല്ലേ, കാണാൻ ഭയങ്കര ഭംഗിയല്ലേ, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മെറ്റീരിയലാണ്. നല്ല തിളക്കമുണ്ട്. ഇതൊക്കെയാണ് കുറെ ആൾക്കാർ ചീറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം തന്നെ. നിങ്ങൾക്ക് കണ്ടിട്ട് എടുത്തുകൊണ്ടായിട്ട് പല പ്രോബ്ലംസും വന്നിട്ട് നമുക്ക് ഒരുപാട് കോൾസും വരാറുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചു. എങ്ങനെ മനസ്സിലാക്കുക, ഇതിന്റെ ബാക്ക് സൈഡിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ബാക്ക് സൈഡ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ കളർ ആയിരിക്കില്ല പുറകിലുണ്ടാവും. അതെ അതെ, ബാക്കിൽ വേറെ കളറാ വരിക. മഞ്ഞ എവിടെ ഇല്ലല്ലേ, ഇത് വൈറ്റ് ബേസിലാണ് വരുന്നത്. ആ ഫ്രണ്ടിലുള്ള മഞ്ഞ എവിടെയും ഇല്ല. അതെ, ഈ സൈഡിൽ നോക്കിയാൽ നമുക്കറിയാം ഈ 20% ഇത് അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ റെസ്റ്റ് വരുന്ന മെറ്റീരിയൽ. ഈ ഓവർ വൈറ്റ് ബേസ് മെറ്റീരിയലൊക്കെ അയൺ കണ്ടന്റിന്റെ ചാൻസ് കൂടുതലാണ്. സോഫ്റ്റ് മെറ്റീരിയൽ വെള്ളം വലിച്ചെടുക്കും, അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുരുമ്പായിട്ടും അതുപോലെ തന്നെ നമ്മളെ കല്ല് പൊടിയാനുള്ള ചാൻസസും കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇതിന് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ RCC കോൺക്രീറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രം വൈറ്റ് ബേസ് പ്രിഫർ ചെയ്യുക, അതിൽ അപ്സ്റ്റെയർക്ക് പ്രിഫർ ചെയ്യുക. അതിനോടൊപ്പം നമ്മൾ ലേ ചെയ്യുന്ന ടൈമിൽ വാട്ടർ പ്രൂഫിങ് കോട്ടിങ്ങുകൾ വരുന്നുണ്ട്, സ്ലാബിൻ്റെ ബാക്ക് സൈഡിൽ അടിക്കുക. അതുപോലെ തന്നെ വൈറ്റ് സിമെൻറ്റ് കൂടുതൽ പ്രിഫർ ചെയ്യുക. ഇതൊക്കെയാണ് അതിന് നമുക്ക് സൊല്യൂഷൻ ആയിട്ട് പറയാനുള്ളത്. വൈറ്റ് ഷെയ്ഡ് മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും വൈറ്റ് ബേസ് ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകിച്ച് പറയുന്നത്. അതെ അതെ. എല്ലാവരും വേറൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഇതേപോലെ വലിയ രീതിയിൽ പർച്ചേസ് ചെയ്തിട്ട് പൈസ ഒക്കെ കൊടുത്തു. അവിടെ നിന്ന് എല്ലാം നോക്കി, എല്ലാം ക്രാക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് പൈസ ഒക്കെ കൊടുത്തത്. പക്ഷെ ഇത് നാട്ടിലെത്തിയ സമയത്ത് നോക്കുമ്പോൾ കുറേയൊക്കെ ക്രാക്കാണ് ഉള്ളത്. അതിലെന്താ നമ്മള് മാർക്കറ്റിൽ ഒരുപാട് ചീറ്റിംഗ് സംഭവങ്ങളുണ്ട്. എങ്ങനെ വെച്ചാൽ ആദ്യത്തെ ഒരു 10 പീസ് നല്ല പീസായിരിക്കും, ഉള്ളിലേക്ക് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ട് മാർക്കറ്റിൽ ഒരുപാട് ചീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിനൊരു സൊല്യൂഷൻ എന്നുള്ള ലെവലിൽ നമ്മളെ കമ്പനി എന്താ ചെയ്യുന്നത്, ക്യാഷ് ഓൺ ഡെലിവറി പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. എങ്ങനെ വെച്ചാൽ നമ്മളെ വെർച്വൽ മീഡിയ, നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാം അതിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എല്ലാം അയച്ചു കൊടുക്കും. ബ്ലോക്ക് പ്രോസസ് ആവുന്നത് അത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണിച്ചെങ്കിൽ മാത്രം നമ്മളത് ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ കൊടുക്കുള്ളൂ. ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ മാത്രം ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുള്ളൂ. കസ്റ്റമർ ഓക്കെ പറയാം, ചെറിയ ടോക്കൺ എമൗണ്ട് നമുക്ക് അഡ്വാൻസ് ആയി തരുമ്പോൾ നമ്മൾ സൈറ്റിൽ അത് മെറ്റീരിയൽ അൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെ സ്റ്റാഫ് ഉണ്ടായിരിക്കും അവിടെ സൈറ്റിൽ. ചെക്ക് ചെയ്തതിനു ശേഷം 100% സാറ്റിസ്ഫൈഡ് ആണെന്ന് മാത്രം പേയ്മെന്റ് കൊടുത്താൽ മതി, ഇറക്കിയാൽ മതി. അത് വെച്ചിട്ട് വെറുതെ വിളിച്ചിട്ട് ഓർഡർ പറഞ്ഞിട്ട് പിന്നെ അത് വിളിച്ചിട്ട് എനിക്ക് വേണ്ടാന്ന് പറയേണ്ട ലെവലൊന്നും വരരുത്. അത് നമ്മളെ കമ്പനിയെ പറ്റിക്കരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ 100% ജെന്യൂൻ ആയ കസ്റ്റമേഴ്സിന് നമ്മൾ ഈ ഒരു ഫെസിലിറ്റി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രോബ്ലംസിന് ആൾക്കാരെ ഇതാക്കാന്നുള്ള ലെവൽ, രക്ഷപ്പെടുത്താന്നുള്ള ലെവൽ നല്ലൊരു ഓപ്ഷനാണ്. അത് ഒരുപാട് ആൾക്കാർ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പല ആൾക്കാർ. അത് മാത്രമല്ല, ഞാൻ ചെറിയൊരു ഏരിയയിലേക്കുള്ള ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വേണമെങ്കിലും ഇത്രയും ദൂരം വന്നിട്ട് ഇത്രയും പൈസ മുടക്കിയിട്ട് അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്ന് ഇതാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് വരില്ല. ജസ്റ്റ് നിങ്ങളെ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ളത്. അതെ, അത് നമ്മൾ ബ്ലോക്ക് പ്രൊഡക്ഷൻ ആവുന്ന മുതലുള്ള നമ്മൾ നാച്ചുറൽ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഒരു മെറ്റീരിയലിന്റെ ഫോട്ടോ അയച്ച് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റില്ല. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന മെറ്റീരിയൽ അതേ കാറ്റഗറി പെട്ട ബ്ലോക്ക് ആയിരിക്കും. അത് പ്രൊഡക്ഷൻ ആയിട്ട് ഫസ്റ്റ് ക്വാളിറ്റി ഔട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡെലിവറി ചെയ്ത് തരും. സെക്കൻഡ് തേർഡ് നമ്മൾ ആ ഒരു ഓപ്ഷൻസ് വെക്കുന്നില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ടാണ്, കസ്റ്റമേഴ്സിനും ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ക്വാളിറ്റിക്ക് മാത്രമേ. അതെ, നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി പിന്നെ ദിവസം കൊണ്ട് കിട്ടും. ഒരു 1 വീക്കാണ് ഈ ഒരു ടൈം പറയുന്നത് നമ്മൾ. അതെ, 1 വീക്കിനുള്ളിൽ ഡെലിവറി കിട്ടും. കേരളത്തിൽ നിങ്ങൾ എവിടെയൊക്കെ ചെയ്യും? കേരളം നമ്മൾ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള മാർക്കറ്റ് ഓൺലൈൻ സപ്ലൈ ഉണ്ട്. കേരളത്തിൽ പുറത്തെല്ലോടത്ത് നമുക്ക് തമിഴ്നാട്ടിലുണ്ട്, കർണാടക ഉണ്ട്. ഇനി കാര്യമായിട്ട് അറിയേണ്ടത് പ്രൈസ് റേഞ്ച് ആണ്. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ പ്രൈസ് റേഞ്ച് ഒക്കെ വരുന്നത്? പ്രൈസ് റേഞ്ച് വരുന്നത് പറഞ്ഞാൽ 18mm പറഞ്ഞാൽ 17+ തിക്നെസ്സിലുള്ള മെറ്റീരിയൽ നമുക്ക് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈനർ പോളിഷ് ആയിരിക്കും പ്രോഡക്റ്റ്. ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് പറഞ്ഞാൽ 70 രൂപ മുതൽ നമുക്ക് ഫൈൻ ക്വാളിറ്റി മെറ്റീരിയൽസ് നമ്മളെ ഫാക്ടറി റേറ്റ് വരുന്നുണ്ട്. 70 മുതൽ 200 വരെയുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ഈ പ്രൊഡക്ഷനിൽ നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഇതിന്റെ അഡീഷണൽ ആയിട്ട് കോസ്റ്റ് ഈ 70 റുപ്പീസ് എടുക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് വരിക ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട്. ഇപ്പം മലപ്പുറം ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ ഉള്ള കോസ്റ്റിംഗ് എല്ലാം ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ വരിക. അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുന്ന് നമുക്ക് പ്രൊഡക്ഷനിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഒരു 18 രൂപ മുതൽ 22 രൂപ വരെയുള്ള ടാക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അഡീഷണൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് അനുസരിച്ചുള്ള വേരിയേഷൻസിൽ വരാണ് ഉണ്ടാവും. ഈ ഒരു 70 റുപ്പീസ് അല്ലാതെ കുറഞ്ഞ റേറ്റിൽ കുറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്. ഒരു 50-55 രൂപയ്ക്കൊക്കെ ഉണ്ട്. അത് റിജക്റ്റഡ് പീസ് ആയിരിക്കും, കംപ്ലൈന്റ് ഉണ്ടായിരിക്കും.
അത് നമ്മൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ബ്ലോക്ക് ഒരു 10 എടുത്താൽ 2-3 ബ്ലോക്ക് സെക്കൻഡും തേർഡൊക്കെ വരും. അത് പ്രൊഡക്ഷൻ ചെയ്തിട്ട് നമ്മളത് ലാൻഡിങ് കോസ്റ്റിൽ നമ്മൾ കൺസ്യൂമേഴ്സിന് കൊടുക്കാറുണ്ട്. അത് ഓപ്പണായി പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക, എന്താ കംപ്ലൈൻറ്റ് അത് ഓപ്പണായി പറഞ്ഞിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. അത് നിങ്ങൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല അത് നമ്മൾ പ്ലാന്റ് വന്നിട്ട് തന്നെ സെലക്ട് ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ മാത്രം നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ. ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ലല്ലോ. അത് ഇവിടെ വന്ന് ഓക്കെ ആണെച്ചെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്തോളൂ. ഇപ്പോൾ ഫാക്ടറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറിയിൽ അല്ലാതെ കേരളത്തിൽ നമുക്ക് എവിടെയെങ്കിലും വന്ന് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്? കേരളത്തിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും ഇത്രയും ഡിസ്റ്റൻസിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിക്ക് ഒന്നും വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ കമ്പനിയുടെ ചെറിയ ഒരു യാർഡ് ഉണ്ട് ഈ മലപ്പുറം തൃശ്ശൂർ ബോർഡറിലായിട്ടാണ്, ചങ്ങരംകുളം പറഞ്ഞ സ്ഥലത്ത്. നമുക്ക് ചങ്ങരംകുളത്ത് പ്രോപ്പറായിട്ട് ചെറിയ ടൗൺ ആണ് എരമംഗലം, അവിടെ നമ്മളെ യാർഡ് വരുന്നത്. ആ യാർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ടായിരിക്കും, ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് അവിടെ നമ്മൾ ഫാക്ടറി റേറ്റ് തന്നെ നിങ്ങൾക്ക് തരിക. അവിടെ തന്നെ വലിയ വണ്ടികൾ വന്നിട്ട് ക്ലബ് ചെയ്തിട്ട് ചെറിയ ചെറിയ ലോഡുകളൊക്കെ കേരളത്തിലുള്ളവർക്ക് വേണമെങ്കിൽ അവിടെ വന്നിട്ട് അല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. വലിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വരാം. എങ്ങനെയാണ് കൺസ്യൂമേഴ്സിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ആ ലെവലിൽ ചെയ്യാം. ഇത്രയാണ് സ്റ്റോൺ ഫാക്ടറിയുടെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ച? ആ മൈനിങ് മുതൽ നമ്മൾ കണ്ടു അല്ലേ, മൈനിങ് മുതൽ കട്ടിങ് ആ പ്രോസസിംഗ് ഒക്കെ നമ്മൾ കണ്ടു. കുറേ നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങളും എൻ്റെ മനസ്സിൽ വന്ന കുറേ സംശയങ്ങൾ അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം അതായത് ഗ്രാനൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല രീതിയിലുള്ള സംശയങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, നിങ്ങളുടെ ഉള്ളിലും പലരുടെ ഉള്ളിലുണ്ടാവും. അതിൻ്റെ കുറേ രീതിയിലുള്ള ആ സംശയങ്ങൾ തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം കുറച്ച് കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റോൺ ഫാക്ടറിയെ ബന്ധപ്പെട്ടതും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതും. ഇതിൽ തന്നെ പല രീതിയിലുള്ള സംശയങ്ങളും കമൻസും ഈ ഒരു വീഡിയോയുടെ താഴെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമ്പനിയെ കോൺടാക്ട് ചെയ്യാം. കമ്പനിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ കമ്പനിയുടെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, അതേപോലെ ഇൻസ്റ്റ ഒക്കെ ഉണ്ട്. സ്റ്റോൺ ഫാക്ടറിയുടെ പേര് തന്നെയുള്ളത്. അതിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ കയറിയിട്ട് നിങ്ങൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.